പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഇപ്പോൾ കഴിഞ്ഞ WWE റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ഷോയുടെ ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് എടുക്കാം. റോ എപ്പിസോഡ് പതിവ് പോലെ ആരംഭിക്കുന്നത് ട്രിപ്പിൾ എച്ചിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ട്രിപ്പിൾ എച്ച് വന്നിട്ട് റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ചും ഈ കാണികളെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കുന്നു. ഇതൊരു പുതിയ കാലഘട്ടമാണ്, പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് കടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഷോയ്ക്ക് ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് മൺഡേ നൈറ്റ് റോയിലേക്ക് നെറ്റ്ഫ്ലിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ട്രിപ്പിൾ എച്ച് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അവിടേക്ക് ദ റോക്കിൻ്റെ സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോക്ക് വരുന്നു. റോക്ക് ആ ബാരിക്കേഡിന് അപ്പുറത്തുള്ള എല്ലാ ഒഫീഷ്യൽസിനും കൈ കൊടുക്കുന്നു. റോക്ക് എന്നിട്ട് റോക്കിൻ്റെ മക്കളുടെ അടുത്തേക്ക് പോയിട്ട് ആ പീപ്പിൾസ് ചാമ്പ്യൻഷിപ്പ് മക്കൾക്ക് കൊടുത്തിട്ട് റോക്ക് റിങ്ങിലേക്ക് കയറുന്നു. റോക്ക് റിങ്ങിലേക്ക് കയറിയിട്ട് റോക്കിൻ്റെ ഫൈനൽ ബോസ് ക്യാരക്ടറിൽ നിന്നുള്ള ഒരു പ്രൊമോയല്ല, മറിച്ച് റോക്ക് ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ അംഗം എന്നുള്ള ഒരു നിലയിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഒരു പ്രൊമോയാണ് കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ടിക്കറ്റ് സെയിൽസിലൂടെ വരുമാനം കിട്ടിയ റോ എപ്പിസോഡ് ഇല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് റോക്ക് ആരംഭിക്കുന്നത്. ഇതിന് കുറേ പേർക്ക് നന്ദി പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒഫീഷ്യൽസിന് അതുപോലെ തന്നെ WWE ഒഫീഷ്യൽസിന്, പിന്നീട് അവിടെ റിംഗ് സൈഡിൽ ഉണ്ടായിരുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ റോക്കിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായി നമ്മൾ ഇപ്പോഴും കാണുന്ന കോഡി റോഡ്സിനെ വരെ റോക്ക് അഭിനന്ദിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മാമ റോഡ്സിനോട് ഒരു ഹായ് പറഞ്ഞേക്ക് എന്നൊക്കെ കോഡി റോഡ്സിനോട് റോക്ക് പറയുന്നുണ്ട്. പിന്നീട് റോക്കിൻ്റെ കസിനായ റോമൻ റെയിൻസിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. യഥാർത്ഥ ട്രൈബൽ ചീഫ് റോമൻ റെയിൻസ് ആണെന്നും റോമൻ റെയിൻസ് ആണ് ഇപ്പോൾ കമ്പനിയെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത് എന്നും ഒക്കെ റോക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്ന ട്രൈബൽ കോമ്പാക്റ്റ് മത്സരം ഞാൻ വളരെ അടുത്ത് നിന്ന് കാണും, ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് റോക്ക് അവിടെ നിന്ന് മാറുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ട്രൈബൽ കോമ്പാക്റ്റ് മത്സരം നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ആദ്യം സോളോ സിക്കോവയും തുടർന്ന് പിന്നാലെ റോമൻ റെയിൻസും വരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു ട്രൈബൽ കോമ്പാക്റ്റ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള മത്സരമായിട്ടാണ് ഫീൽ ചെയ്തത്. ഈ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്ത റോ എപ്പിസോഡിലെ ഏറ്റവും കിടിലൻ മത്സരമായിട്ടും എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ട്രൈബൽ കോമ്പാക്റ്റ് മത്സരമാണ്. മത്സരത്തിൽ ആദ്യം തന്നെ സോളോ സിക്കോവയ്ക്ക് എതിരെ റോമൻ റെയിൻസ് ഒരു പടി മുകളിൽ നിൽക്കുന്നുണ്ട്. റോമൻ റെയിൻസിൻ്റെ മറ്റുള്ള മത്സരങ്ങളിൽ നിന്ന് റോമൻ റെയിൻസും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് മത്സരത്തിൽ പെർഫോം ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. ട്രൈബൽ കോമ്പാക്റ്റ് മത്സരമായതുകൊണ്ട് തന്നെ റിങ്ങിന് പുറത്തുള്ള കുറേയധികം ഫൈറ്റുകൾ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ വെപ്പൺസ് യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ചെയർ, കെൻഡോ സ്റ്റിക്ക്, സ്റ്റീൽ സ്റ്റെപ്പ്, അതുപോലെ തന്നെ ടേബിൾ തുടങ്ങിയ വെപ്പൺസ് ഒക്കെ ഈ മത്സരത്തിനിടയിൽ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. മത്സരത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ലോ ബ്ലോ സോളോ സിക്കോവ റോമൻ റെയിൻസിനെതിരെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും റോമൻ പരാജയപ്പെടുന്നില്ല. റോമൻ റെയിൻസ് അദ്ദേഹം ടേബിളിൻ്റെ മുകളിലേക്ക് പവർ ബോംബ് സോളോ സിക്കോവയ്ക്കെതിരെ യൂസ് ചെയ്യുന്നു. അതിനുശേഷം റഫറി കൗണ്ട് ചെയ്യുന്ന സമയത്ത് റഫറിയുടെ കാൽ പിടിച്ച് ടാമ ടോങ്ക വലിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന റോമൻ റെയിൻസിനെ പിറകിലൂടെ ആക്രമിച്ചുകൊണ്ട് ജേക്കബ് ഫാറ്റും ആ ഒരു സമയത്ത് റിങ്ങിലേക്ക് വരുന്നു. തുടർന്ന് സോളോ സിക്കോവ സോമോൺ സ്പൈക്ക് കൊടുത്തുകൊണ്ട് റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്തി എന്ന് തോന്നിപ്പിച്ചെങ്കിലും റോമൻ റെയിൻസ് കിക്ക് ഔട്ട് ചെയ്യുന്നു. പിന്നീട് ബ്ലഡ് ലൈനിലെ ബ്ലഡ് ലൈനിലെ മറ്റ് അംഗങ്ങളായ ജിമ്മി ഊസോ, സാമി സെയിൻ തുടങ്ങിയവർ വന്നിട്ട് ജേക്കബ് ഫാറ്റു, ടമ ടോങ്ക തുടങ്ങിയവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് റോമൻ റെയിൻസ് സോളോ സിക്കോവയെ സ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ട് വന്നത് കെവിൻ ഓവൻസ് ആണ്. കെവിൻ ഓവൻസ് വന്ന ഉടനെ തന്നെ ഒരു സ്റ്റണ്ണർ കൊടുത്തു. കെവിൻ ഓവൻസും റോമൻ റെയിൻസും തമ്മിലുള്ള ഹിസ്റ്ററിയാണ് കെവിൻ ഓവൻസ് അവിടെ ഇൻ്റർഫിയറൻസ് നടത്തി റോമൻ റെയിൻസിനെ സ്റ്റണ്ണർ ചെയ്യാനുള്ള കാരണം. കെവിൻ ഓവൻസ് വന്നിട്ട് റോമൻ റെയിൻസിനെ ആക്രമിച്ചപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി, ഇനി വരാൻ പോകുന്നത് കോഡി റോഡ്സ് ആയിരിക്കും എന്നുള്ളത്. നമ്മുടെ ആ ഒരു പ്രൊഡിക്ഷൻ തെറ്റിയില്ല. കോഡി റോഡ്സ് വരുന്നു, കെവിൻ ഓവൻസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. കോഡി റോഡ്സും കെവിൻ ഓവൻസും തമ്മിലുള്ള ഒരു ഫൈറ്റ് ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോകുന്നു. പിന്നീട് അവർ അങ്ങോട്ടേക്ക് ഫൈറ്റ് ചെയ്ത് പോകുന്നു. ഈ ഒരു അവസരത്തിലും സോളോ സിക്കോവയ്ക്കെതിരെ സ്പിയർ കൊടുത്തുകൊണ്ട് റോമൻ റെയിൻസ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ട്രൈബൽ കോമ്പാക്റ്റ് മത്സരത്തിൽ വിജയിച്ചു. ഉലാഫാല സ്വന്തമാക്കാൻ സാധിച്ചു. ഉലാഫാല പോൾ ഹേമൻ റോമൻ റെയിൻസിൻ്റെ കഴുത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ദ റോക്ക് കയറി വരുന്നു. റോക്ക് കയറി വന്നിട്ട് താൻ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് പോൾ ഹേമൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഉലാഫാല വാങ്ങി റോമൻ റെയിൻസിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നു. ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ഇരുവരും കെട്ടിപ്പിടിക്കുന്നു. റോമൻ റെയിൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പേസും റോക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാസ് ദ ടോർച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ പോലും റോമൻ റെയിൻസ് റോക്ക് ഒരുമിച്ച് നിൽക്കുന്നതും ഇരുവരും കൈ ഉയർത്തി നിൽക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതുമൊക്കെ കാണുമ്പോൾ റോമൻ റെയിൻസ് തന്നെയാണ് സൂപ്പർ താരം, അല്ലെങ്കിൽ റോമൻ റെയിൻസിന് തന്നെയാണ് വലിയൊരു റെസ്ലറാക്കിയിട്ട് അവർ ഈ ഒരു ഷോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. റോക്ക് ഫൈനൽ ബോസ് ക്യാരക്ടറിൽ നിന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ അംഗം, TKO എന്ന് പറയുന്ന കമ്പനിയിലെ ഷെയർ ഹോൾഡറിൻ്റെ ഒരാളെ പോലെയൊക്കെയാണ് റോക്കിൻ്റെ ഒരു
ഒരു രീതി കണ്ടപ്പോൾ മനസ്സിലായത്. ഒരു റെസ്ലറുടെ ഒരു ക്യാരക്ടർ ഇന്ന് റോക്ക് പ്രസൻറ്റ് ചെയ്തതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. റോമൻ റീൻസിന് നല്ല രീതിയിൽ അവർ നല്ല ഒരു ഹൈപ്പ് കൊടുത്ത് അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച സെഗ്മെൻറ്റ് ഫെയർവെൽ ടൂർ ആരംഭിക്കുന്ന ജോൺ സീനയുടെ ഭാഗത്തു നിന്നുള്ള വളരെ ഇമോഷണലും വളരെ എക്സൈറ്റിങ്ങും നിറഞ്ഞ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ജോൺ സീന റിങ്ങിലേക്ക് വരുന്നു. ജോൺ സീന റിങ്ങിലേക്ക് വന്നിട്ട് പറയുന്നത് ഇത് എല്ലായിടത്തും കാണികൾ ഉണ്ടല്ലോ, ഇത്ര വലിയ കാണികളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ക്രൗഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ജോൺ സീന പിന്നീട് പതിയെ ടോപ്പിക്കിലേക്ക് വരുന്നു. ടോപ്പിക് എന്ന് പറയുന്നത് ജോൺ സീനയുടെ ഫെയർവെൽ ടൂറിനെ സംബന്ധിച്ചാണ്. ജോൺ സീന തുടർച്ചയായി കുറേയധികം സിംഗിൾസ് മത്സരങ്ങളിൽ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. ആ പരാജയങ്ങളാണ് തന്നെ റിട്ടയർമെൻറ്റിലേക്ക് ഉള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളൊക്കെ ഒരു പോയിൻ്റൊക്കെ ജോൺ സീന പറയുന്നുണ്ട്. പിന്നീട് കാണികൾ അല്ലെങ്കിൽ ആരാധകർ കാത്തിരിക്കുന്ന ജോൺ സീനയുടെ 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകുന്ന മൊമെൻറ്റിനെ സംബന്ധിച്ചും ജോൺ സീന മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും തൻ്റെ ഈ റിട്ടയർമെൻറ്റ് ടൂറിനിടയിലെ വലിയൊരു പോയിൻ്റ് അല്ല എന്നുള്ളതും ജോൺ സീന പറയുന്നുണ്ട്. ചിലപ്പോൾ ഞാനത് വിജയിക്കില്ല എന്നുള്ളതും ജോൺ സീന പറയുമ്പോൾ വളരെ വിഷമപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റിയാക്ഷനാണ് ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ജോൺ സീന തന്നെ പറയുന്നത് താൻ വേൾഡ് ചാമ്പ്യൻ ആകാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ഫെയർവെൽ ടൂറിൽ പ്രാധാന്യം കൊടുക്കുന്നത്. തൻ്റെ സിംഗിൾസ് കരിയറിൽ ഇതുവരെ വിജയിക്കാതെ വന്നതിനുള്ള ഒരു വിജയം തനിക്ക് ആവശ്യമാണ്. അപ്പോൾ തൻ്റെ ഫെയർവെൽ ടൂറിലെ ആദ്യ മത്സരം ആർക്കെതിരെ, അവസാന മത്സരം ആർക്കെതിരെ എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് റെസ്ലേഴ്സിൻ്റെ പേര് ജോൺ സീന മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡ്രൂ മാക്കൻഡയർ, ലോഗൻ പോൾ, അതുപോലെ തന്നെ ഗന്ധർ, അതുപോലെ തന്നെ CM പങ്ക് തുടങ്ങിയ താരങ്ങളുടെ പേരൊക്കെ ജോൺ സീന മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവർക്കെതിരെ ആർക്കെതിരെ വേണം കളിക്കണം എന്നുള്ളതൊക്കെ ജോൺ സീന ഇങ്ങനെ ചോദിച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് ജോൺ സീന തന്നെ പറയുന്നുണ്ട് 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആയാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. WWE ഒന്നും പറയാൻ പറ്റില്ല. നെവർ സേ നെവർ എന്നാണ് പറയേണ്ടത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന്. അപ്പോൾ എങ്ങനെ വേൾഡ് ചാമ്പ്യൻ ആകാം? അത് മണി ഇൻ ദ ബാങ്ക് വിജയിച്ചിട്ട് തനിക്കാവാം, എലിമിനേഷൻ ചേംബർ വിജയിച്ചിട്ടാകാം, ഇനി അഥവാ റോയൽ റംബിൾ വിജയിച്ചിട്ട് ആയാലോ എന്നുള്ളതും ജോൺ സീന ചോദിക്കുന്നുണ്ട്. അങ്ങനെ 2025 ഫെബ്രുവരി നടക്കാൻ പോകുന്ന ഫെബ്രുവരി ആദ്യ വീക്കിലെ പ്രീമിയം ലൈവ് ഇവൻ്റായ റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിൾ മത്സരത്തിലേക്കുള്ള എൻട്രിയും ജോൺ സീന അവിടെ പ്രഖ്യാപിക്കുന്നു. താൻ റോയൽ റംബിളിൽ പങ്കെടുക്കുമെന്നും റോയൽ റംബിളിൽ സാധാരണ വന്നു പോയി യു ക്യാൻ സീ മീ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വന്നു പോകുന്ന പോലെ ആയിരിക്കില്ല ഇപ്രാവശ്യമെന്നും തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് റംബിളിൽ പങ്കെടുക്കുന്നത് എന്നും ജോൺ സീന വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജോൺ സീനയാണ് ഇപ്പോൾ ആദ്യമായി മെൻസ് റോയൽ റംബിളിലേക്കുള്ള എൻട്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജോൺ സീനയ്ക്ക് വിജയിക്കണം എന്നുള്ള ആ ഒരു രീതിയിലാണ് ജോൺ സീന വരുന്നത്. അപ്പോൾ ജോൺ സീന വിജയിക്കാൻ സാധ്യതയുള്ള ഒരു 2025 മെൻസ് റോയൽ റംബിൾ മത്സരമായിരിക്കും നമുക്ക് ഈ വർഷം കാണാൻ സാധിക്കുക. അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റോട് കൂടി സീന ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതും കാണാൻ സാധിച്ചു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി റോ എപ്പിസോഡിൽ കാണിച്ചു വരുന്ന ആ വിഗ്നിറ്റി, ആ ഒരു റെസ്ലർ ആരാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതിന് പിറകിൽ പെൻഡ എന്ന് പറയുന്ന മുൻ AEW റെസ്ലർ ആണെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. പെൻഡ അടുത്ത ആഴ്ചത്തെ റോയിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇന്നത്തെ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ആദ്യ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരം. നിലവിലെ ചാമ്പ്യനായ ലിവ് മോർഗൻ റിയ റിപ്ലിക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ലാസ്റ്റ് വുമൺ സ്റ്റാൻഡിംഗ് മത്സരം എന്നുള്ളൊരു രീതിയിലേക്ക് അവർ മത്സരത്തെ ആദ്യം പ്രൊമോട്ട് ചെയ്തിരുന്നു. പിന്നീട് ആ ഒരു സ്റ്റിപ്പുലേഷൻ അവർ തന്നെ ഒഴിവാക്കി ഒരു നോർമൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിട്ട് മാത്രമാണ് അവർ ഇന്നത്തെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നടത്തിയത്. പതിവ് പോലെ മോർഗനെ സപ്പോർട്ട് ചെയ്യുന്ന ഡേർട്ടി, ഡൊമിനിക് മെയ്സ്റ്റീരിയോ, റിഗിൽ റോഡ്രിഗസ് തുടങ്ങിയവരുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചു. ഈ ഒരു മത്സരം ഫാസ്റ്റ് പേസ് മത്സരമായിരുന്നു. റിയ റിപ്ലിക്കെതിരെയുള്ള ഡേർട്ടി വർക്ക്സ് അത് കുറച്ചൊക്കെ വിജയിച്ചു, കുറച്ചൊന്നും വിജയിച്ചില്ല. മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ എടുത്തിട്ട് ഡൊമിനിക് മെയ്സ്റ്റീരിയോ റിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ റഫറിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് സ്റ്റീൽ ചെയർ റിഗിൽ റോഡ്രിഗസ് റിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ സമ്മർ സ്ലാമിൽ എങ്ങനെയാണ് ലിവ് മോർഗൻ റിയ റിപ്ലിയെ പരാജയപ്പെടുത്തിയത്, ആ ഒരു മൊമെൻറ്റ് റീക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഫിനിഷർ അടിച്ചു എന്നുണ്ടെങ്കിലും ലിവ് മോർഗൻ്റെ ആ ഒരു പിൻഫോൾ റിയ കിക്ക് ഔട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് കുറേയധികം മൂവ്സ് റിയ റിപ്ലിക്കെതിരെ ലിവ് മോർഗൻ ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം റിയ കിക്ക് ഔട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് മറ്റൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഫിനിഷർ അടിക്കാൻ പോകുന്ന സമയത്ത് റിയ റിപ്ലി ലിവ് മോർഗനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നു. ഇനി നിനക്ക് രക്ഷയില്ല എന്നുള്ളൊരു രീതിയിൽ റിയ റിപ്ലി വളരെ ഫോഴ്സായിട്ട് ലിവ് മോർഗനെ റിങ്ങിലേക്ക് അടിക്കുന്നു. പിന്നീട് എടുത്ത് 2 തവണ റിപ്ലൈഡ് എന്ന ഫിനിഷർ ഉപയോഗിച്ച് താരത്തെ അറ്റാക്ക് ചെയ്യുന്നതും ഈ പിൻഫോളിലൂടെ റിയ റിപ്ലി പുതിയ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആകുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. സെലിബ്രേറ്റ് ചെയ്യുന്ന റിയ റിപ്ലിയുടെ അടുത്തേക്ക് ഡൊമിനിക്ക് പോയിട്ട് ഹഗ്
ഹഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആ ടൈറ്റിൽ റിങ്ങിലേക്ക് വെച്ചിട്ട് റിയ റിപ്ലി ഒരു ലോ ബ്ലോ കൊടുക്കുന്നു. റിപ്ടൈഡ് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് കൊടുത്തുകൊണ്ട് ആക്രമിക്കുന്നു. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് എൻട്രൻസ് സ്റ്റേജിലേക്ക് എത്തിയ റിയ റിപ്ലി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് ദി അണ്ടർടേക്കറിൻ്റെ ആ ഒരു ബെൽ അവിടെ മുഴങ്ങുന്നത്. അണ്ടർടേക്കറിൻ്റെ അമേരിക്കൻ ബേഡാസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൽ ആ ഒരു ബൈക്കിലാണ് അണ്ടർടേക്കറിനെ നമുക്ക് കാണാൻ സാധിച്ചത്. അണ്ടർടേക്കർ വരുന്നു, റിങ്ങിന് ചുറ്റും വണ്ടി ഓടിക്കുന്നു, പിന്നീട് എൻട്രൻസ് സ്റ്റേജിലേക്ക് പോകുന്നു. റിയ റിപ്ലിയും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു. അണ്ടർടേക്കർ ബാക്ക് സ്റ്റേജിലേക്ക് തിരികെ പോകുന്നു. അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റിയ റിപ്ലി പുതിയ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആകുന്നതോടുകൂടി ആ ഒരു സെഗ്മെൻറ്റും അണ്ടർടേക്കറിനുമായി സെലിബ്രേറ്റ് ചെയ്യുന്നതോടുകൂടി അത് അവസാനിക്കുന്നതും കാണാൻ സാധിച്ചു. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഡ്രൂ മാക്കിൻറ്റയർ വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള മത്സരമാണ്. ഡ്രൂ മാക്കിൻറ്റയറും ജെ ഊസോയും തമ്മിലുള്ള മത്സരം റിംഗ് ബെൽ ചെയ്യുന്നതിന് മുൻപേ ഒരു ഫൈറ്റിലേക്ക് എത്തുന്നു. പെട്ടെന്ന് തന്നെ ഡ്രൂ മാക്കിൻറ്റയർ ജെ ഊസോയെ തിരിച്ചടിച്ചുകൊണ്ട് ജെ ഊസോയെ റിങ്ങിലേക്ക് ഇടുന്നു. മത്സരം ആരംഭിക്കുന്നു. ജെ ഊസോയും ഡ്രൂ മാക്കിൻറ്റയറും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മത്സരം ഒരു ഏവറേജിനേക്കാൾ മുകളിലായിട്ടാണ് ഫീൽ ചെയ്തത്. മത്സരത്തിൽ ക്രൗഡിൻ്റെ വലിയൊരു സപ്പോർട്ട് ഈ റെസ്ലേഴ്സിനും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചില്ല. കിടിലമായിട്ടുള്ള മൂവ്സ് രണ്ട് റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പതിവ് പോലെ കാണാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും മത്സരത്തിൽ ഡ്രൂ മാക്കിൻറ്റയർ വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഡ്രൂ മാക്കിൻറ്റയറിനെ ഒരു പെട്ടെന്നുള്ള ഒരു പിൻഫോളിലൂടെ ജെ ഊസോ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജെ ഊസോയുടെ ഒരു വിജയം ഡ്രൂ മാക്കിൻറ്റയറിനെതിരെ അത് ജെ ഊസോയ്ക്ക് നൽകുന്ന ഒരു വലിയൊരു ഹൈപ്പുണ്ട്. ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു വലിയൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ടുണ്ട്. ഡ്രൂ മാക്കിൻറ്റയർ വേഴ്സസ് ജെ അല്ലെങ്കിൽ ഡ്രൂ മാക്കിൻറ്റയർ വേഴ്സസ് ബ്ലെൻ സ്റ്റോറി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലൂടെ കുറച്ചധികം കാര്യങ്ങൾ WWE നമുക്ക് മുന്നിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് പുതിയ ആ ഒരു മാറ്റായിരുന്നു. ബ്ലാക്ക് കളറിൽ കുറേയധികം അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് മുൻപേ ഞാൻ പങ്കുവച്ചൊരു അപ്ഡേറ്റ് ആയിരുന്നു. പുതിയ രീതിയിലുള്ള റഫറിമാരുടെ യൂണിഫോമും അത് നമുക്ക് കാണാൻ സാധിച്ചു. ഒരു ഗ്രേ ഷെയ്ഡുള്ള ആ ഒരു ക്യാൻവാസിന് മാറ്റ് കളറിന് സമാനമായ രീതിയിലുള്ള യൂണിഫോമാണ് ഇപ്പോൾ റഫറിമാർക്ക് റോയിലേക്ക് ഇന്ന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായി ഹൾക്ക് ഹോഗൻ്റെ ബിയറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൾക്ക് ഹോഗൻ്റെ ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഹൾക്ക് ഹോഗന് ഇതുവരെ ലഭിച്ച ഏറ്റവും വലിയൊരു കൂവലായിരിക്കും ഇന്നത്തെ ഈ ഒരു കൂവൽ എന്ന് പറയേണ്ടി വരും. ഹൾക്ക് ഹോഗനെ ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല. ഹൾക്ക് ഹോഗൻ എന്ന് പറയുന്നത് WWE എന്ന് പറയുന്ന കമ്പനിയുടെ നട്ടലാണ്. പക്ഷേ ആരാധകർക്കാർക്കും ഇപ്പോൾ ഹൾക്ക് ഹോഗനെ ഇഷ്ടമല്ല. ഹൾക്ക് ഹോഗൻ്റെ പലയധികം കമൻറ്റ്സ് ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുള്ള ഒരു പ്രതികരണമാണ് അവർ കൂവലിലൂടെ ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ഹൾക്ക് ഹോഗൻ വന്നു, അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് പറഞ്ഞു പോയി. അല്ലാതെ ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ട് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നീട് നമ്മുടെ ഈ ഒരു റിവ്യൂ ഷോയിലേക്ക് വരികയാണെങ്കിൽ കാണാൻ സാധിച്ച മറ്റൊരു മത്സരം മെയിൻ ഇവൻ്റ് മത്സരമാണ്. CM Punk വേഴ്സസ് സെത്ത് ഫ്രീക്കിംഗ് റോളിൻസ് തമ്മിലുള്ള മത്സരം. CM Punkും സെത്ത് റോളിൻസും തമ്മിലുള്ള മത്സരം എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമോ അതൊക്കെ തന്നെയാണ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. വളരെ പാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. മത്സരം അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു. ഈ മത്സരത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ CM Punkിൻ്റെ GTS എന്ന് പറയുന്ന മൂവ് പങ്കിനെതിരെ സെത്ത് റോളിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് പങ്കിന് ആ റിങ്ങിൻ്റെ പുറത്തേക്ക് പോകാൻ സാധിക്കുന്നു. ആ പുറത്ത് വീണ പങ്കിനെ എടുത്ത് റോളിൻസ് റിങ്ങിലേക്ക് ഇടുന്നു. റിങ്ങിലേക്ക് ഇട്ട് പിന്നീട് റോളിൻസ് റിങ്ങിലേക്ക് കയറുന്ന സമയത്ത് കെർബ് സ്റ്റോംപ് കൊടുത്തുകൊണ്ട് CM Punk റോളിൻസിനെ ആക്രമിക്കുന്നു. ഇരുവരുടെ ഫിനിഷറും മാറി മാറി ഇരുവർ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിനുശേഷവും CM Punkിൻ്റെ GTS CM Punkിനെതിരെ സെത്ത് റോളിൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും CM Punkിനെ പരാജയപ്പെടുത്താൻ സെത്ത് റോളിൻസിന് സാധിക്കുന്നില്ല. പിന്നീട് കമൻറ്റേഴ്സ് ടേബിളിൻ്റെ മുകളിലേക്ക് പെഡിഗ്രി എന്ന് പറയുന്ന ട്രിപ്പിൾ എച്ചിൻ്റെ ഫിനിഷർ ഇട്ടിട്ട് സെത്ത് ആക്രമിക്കുന്നുണ്ട്. അതിനുശേഷം റിങ്ങിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടും ഒരു പെഡിഗ്രി കൂടി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും CM Punkിനെ പരാജയപ്പെടുത്താൻ സെത്ത് റോളിൻസിന് സാധിക്കുന്നില്ല. അവസാനം 2 GTS കൊടുത്തിട്ടാണ് CM Punk സെത്ത് റോളിൻസിനെ പരാജയപ്പെടുത്തുന്നത്. കിടിലമായിട്ടുള്ള ഒരു മെയിൻ ഇവൻ്റ് മത്സരം തന്നെയാണ് കാണാൻ സാധിച്ചത്. CM Punkിൻ്റെ ഈ ഒരു വിജയം CM Punk സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റും കൂടി കാണിച്ചുകൊണ്ട് റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ എപ്പിസോഡ് അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ഒറ്റയടിക്ക് ചോദിച്ചാൽ ഹൈപ്പിനനുസരിച്ചുള്ള ഒരു റോ എപ്പിസോഡ് ഉണ്ടായിരുന്നു. പക്ഷേ സർപ്രൈസുകൾ വളരെ കുറവായിരുന്നു. ഇനി വരുന്ന എപ്പിസോഡുകളിൽ സർപ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. റോയൽ റംബിളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.